إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ജീവിതവുമായി അവനെ കണ്ടുമുട്ടാൻ പാകത്തിൽ നമ്മൾ ജീവിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടിയുള്ള നെയ്യത്ത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ വഴിതെറ്റുക എന്നത് സ്വാഭാവികമായി എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നേരെ ചിന്തിക്കുവാനും ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുവാനും ആവശ്യമായ ബുദ്ധിയും സാമർഥ്യവുമൊക്കെ നമുക്കുണ്ടെങ്കിലും മറുഭാഗത്ത് നമ്മളറിയാതെ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നു, അബദ്ധത്തിൽ പെട്ടുപോകുന്നു. അത് ഭൗതിക ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള, ഇനി വഴിതെറ്റിയാലും പരിഹാരമുള്ള സംഗതിയാണ്. അതുകൊണ്ട് കാര്യമായ നഷ്ടമൊന്നും വരാനില്ല. ഒരു യാത്രയിൽ വഴിതെറ്റിയാൽ കുറച്ചധികം മുന്നോട്ട് പോയി വീണ്ടും അരമണിക്കൂറോ ഒരു മണിക്കൂറോ തിരിച്ചു വന്നാൽ അത് പരിഹരിക്കും. പക്ഷേ ഖുർആൻ പറയുന്നത് മതപരമായ കാര്യങ്ങളിൽ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട സംഗതികളിൽ നമുക്ക് വഴിതെറ്റാൻ പാടില്ല എന്നതാണ്. അപ്പം ജീവിതത്തിൽ നേരെ പോവുക, വഴിതെറ്റാതിരിക്കുക, ഇതാണ് ഖുർആന്റെ പ്രധാനപ്പെട്ട പ്രമേയം. നമ്മളിപ്പോഴും നിൽക്കുന്നത് ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. അക്കാദമിക് ഇയർ ആരംഭിച്ചു. നമ്മളൊക്കെ നമ്മളുടെ കുട്ടികളെ, മക്കളെ ഒക്കെ സ്കൂളിലും കോളേജിലും പറഞ്ഞയച്ചു. ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എല്ലാ നിലക്കും അതിൽ നമ്മൾ അതീവ താല്പര്യം കാണിക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യവുമാണ്. അതോടൊപ്പം ഈ പറഞ്ഞ ഖുർആനിക പ്രമേയവും കൂടി നമ്മുടെ ശിക്ഷണത്തിൻ്റെ, തർബിയത്തിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ടതുണ്ട്. വഴിതെറ്റാതെ ഓരോരുത്തരും ജീവിക്കുക. ഭൗതികമായ പഠനങ്ങളിൽ, സ്കൂൾ, കോളേജ് തുടങ്ങിയ തലങ്ങളിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നത് ബുദ്ധിയെ വികസിപ്പിക്കുവാനും ബുദ്ധിപരമായ ഉണർവിനുള്ള കാര്യങ്ങളാണ്. നല്ല തൊഴിൽ, നല്ല പ്രൊഫഷൻ എങ്ങനെ സമ്പാദിക്കാം, നല്ല ഒരു സ്കിൽ എങ്ങനെ വളർത്തിയെടുക്കാം, അതൊക്കെ അറിയുന്നതും പഠിക്കുന്നതും പരിശീലിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനും ആവശ്യമാണ്. അതിന് പ്രാധാന്യം കുറച്ച് കാണേണ്ടതില്ല. അതേസമയം വഴിതെറ്റാതിരിക്കുക എന്ന ഖുർആൻ ചിന്ത നമുക്ക് നൽകുന്നത് ബുദ്ധിയെ ഈ പറഞ്ഞ രൂപത്തിൽ ശക്തിപ്പെടുത്തുന്നതിനേക്കാളേറെ മനസ്സിനെയാണ് ഖുർആൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പോഴൊരു വിദ്യാർത്ഥി, ഇനി നമ്മളൊക്കെ തന്നെയാണെങ്കിലും, എന്ത് പഠിച്ചാലും വിജ്ഞാനം നേടിയാലും
അതിനപ്പുറത്ത് നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനം. അവിടെയാണ് എല്ലാ കാലത്തും നമ്മൾ ആദ്യം പറഞ്ഞ വഴിതെറ്റുക എന്ന അപകടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ അപകടത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്? ഖുർആൻ പറയുന്നു, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ. നമുക്ക് പരിചയമുള്ള അധ്യായമാണ് ഇഖ്റ ബിസ്മി. മനുഷ്യൻ ധിക്കാരിയായിരിക്കുന്നു. നാം പറഞ്ഞ ബുദ്ധിയും കഴിവും സാമർഥ്യവും ഒക്കെയുള്ള ഒരു മനുഷ്യനെ പറ്റി ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് അവനെ ധിക്കാരിയായിട്ടാണ് കാണുന്നത്. എന്താകുന്നു കാരണം? ഒരാളെ കൊല്ലാനോ അതിക്രമിക്കാനോ അല്ലെങ്കിൽ കലാപമുണ്ടാക്കാനോ ശ്രമിക്കുന്നത് ധിക്കാരമാണ്. അതിനേക്കാളും വലിയ ധിക്കാര ഭാവം അള്ളാഹു കാണുന്നത് ഈ പറഞ്ഞതാണ്, അർറആഹു ഇസ്തഗ്ന. അവന് തോന്നുകയാണ് എനിക്ക് ഞാൻ തന്നെ മതി എന്നത്. ഓരോ മനുഷ്യനും തോന്നുകയാണ് ഞാൻ തരക്കേടില്ല, എനിക്ക് കഴിവുണ്ട്, അറിവുണ്ട്, സാമർഥ്യമുണ്ട്, പണമുണ്ട്, ലോകത്ത് എങ്ങനെയും പിടിച്ചു നിൽക്കാൻ എല്ലാ സംഗതികളും എനിക്കുണ്ട് എന്ന് ഒരാൾക്ക് തോന്നിയാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു കാണുന്ന ധിക്കാരം. ഏറ്റവും വലിയ അതിക്രമവും അഹങ്കാരവുമാണത്. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ വഴിതെറ്റുക എന്ന അപകടം അഭ്യസ്ത വിദ്യരില്, കുട്ടികളില്, വിദ്യാർത്ഥികളില്, ക്യാമ്പസുകളില് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാനം ലഭിക്കുന്നുണ്ട്, അറിവ് ലഭിക്കുന്നുണ്ട്, ഉയർന്ന ഗ്രേഡ് വാങ്ങിക്കുന്നുണ്ട്, മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഓരോരുത്തരുടെയും വൈദഗ്ധ്യം തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം മനസ്സിനെ വഴിതെറ്റാതിരിക്കാൻ എന്ത് കിട്ടുന്നുണ്ട് എന്നതാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പോഴെത്ര പഠിച്ചാലും, ഇനി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പഠിക്കാൻ, ഉയർന്നു പഠിക്കാൻ, നല്ല പ്രൊഫഷൻ കരസ്ഥമാക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ള കുറവുകൾ ഒരു കുറ്റമായിട്ട് ഖുർആൻ കാണുന്നുമില്ല. എത്ര ഉയർന്നാലും എത്ര താഴ്ന്നാലും മനസ്സിനെ വഴിതെറ്റാതെ നിയന്ത്രിക്കുക എന്നതാണ് വൈജ്ഞാനികമായ ഒരു തലത്തിൽ നിന്ന് ഖുർആൻ പറയുന്നത്. വിജ്ഞാനം ഓരോ ദിവസവും പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ട വിജ്ഞാനങ്ങളല്ല ഇന്ന് രാവിലെയുള്ളത്. നാളെയാകുമ്പോൾ പുതിയ വിജ്ഞാനങ്ങൾ വീണ്ടും ഉണ്ടാകും. നമ്മുടെ വീട്ടിന് മുമ്പിലുള്ള ഒരു തോട്, ഒരു അരുവി, അതിലൂടെ ഒഴുകുന്ന വെള്ളം പോലെയാണ് ഈ വിജ്ഞാനങ്ങളൊക്കെ. 10 പതിറ്റാണ്ട് കൊല്ലമായിട്ട് ആ തോടും വെള്ളവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വളരെ പഴയതാണ്. പക്ഷേ വെള്ളമോ വളരെ പുതിയതാണ്. അരമണിക്കൂർ മുമ്പ് ഒഴുകിപ്പോയ വെള്ളമല്ല പിന്നെ വരുന്നത്. ഓരോ മിനിറ്റിലും പുതിയ വെള്ളം ഒഴുകുകയാണ്. അതുപോലെയാണ് നമ്മൾ ജീവിക്കുന്ന ലോകം. നമ്മളുടെ കഴിഞ്ഞു പോയ 10, 40, 50, 60 വയസ്സുകൾക്കിടയിൽ എത്രയോ വിജ്ഞാനങ്ങൾ ലോകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളറിയാതെ പുതുതായിട്ട് നമ്മുടെ മുമ്പിലൂടെ ഒഴുകിപ്പോവുകയാണ്. അവിടെയൊക്കെ മാറ്റമില്ലാത്ത, ഒരു തരത്തിലുള്ള വഴിതെറ്റലുമില്ലാത്ത വിജ്ഞാനമായിട്ട് ഖുർആൻ കൂടെ വെക്കണം. ഏത് വിജ്ഞാനത്തിൻ്റെയും സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കാവൽക്കാരൻ ആരാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് മതം നൽകുന്നത് ഒരേ ഒരു ഉത്തരമാണ്, ഖുർആൻ മാത്രം. ഖുർആൻ മനസ്സിലുണ്ടോ, ബുദ്ധിയിലുണ്ടോ എങ്കിൽ അത് ബാക്കിയുള്ള എല്ലാത്തിനെയും കാവൽ നോക്കും. നമ്മൾ ഭക്ഷണ വസ്തുക്കളും പാനീയങ്ങളും ഒക്കെ കുറേ കാലം കേടുകൂടാതെ നിൽക്കാൻ ടിന്നിൽ വെക്കുമ്പോൾ അതിലേക്ക് ചില പ്രിസർവേറ്റീവ്സ് ചേർക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസങ്ങളോളം, ചിലപ്പോൾ കൊല്ലങ്ങളോളം ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ നിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ കൽബിലെ ഖുർആൻ. എന്തെല്ലാം പഠിച്ചോ, ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, കോമേഴ്സ്, ഫിസിക്സ്, എന്ത് പഠിച്ചാലും അവയെല്ലാം കേടുകൂടാതെ മനസ്സിൽ നിർത്തേണ്ട, അതിനോടൊപ്പം വെച്ച് കൊടുക്കേണ്ട
പ്രിസർവേറ്റീവ്സ് ആണ് ഈ പറഞ്ഞ ഖുർആന്റെ ആയത്തുകൾ. അപ്പോൾ ഏത് കാര്യങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാം വിജ്ഞാനം തന്നെയാണ്, എല്ലാം അള്ളാഹു നൽകുന്നതാണ്. ഖുർആൻ്റെത് മാത്രം മതവിജ്ഞാനം, അല്ലാത്ത ഫിസിക്സും മാത്സും മതത്തിൽ പെട്ടതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഈ പറഞ്ഞ എല്ലാ ശാസ്ത്രങ്ങളും വിജ്ഞാനങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ചത് അള്ളാഹുവാണ്. അതെല്ലാം അള്ളാഹുവിൻ്റെ അമലുകളാണ്. ആ ഫിസിക്സിൻ്റെയും അതിൽപ്പെട്ട പല സിദ്ധാന്തത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള പല ചലനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണെങ്കിൽ അള്ളാഹുവിൻ്റെ സംസാരമാകുന്നു എന്ത്? ഖുർആൻ. ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അനന്തമായി അവർണ്ണനീയമായി പരന്നു കിടക്കുന്നു, മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ സംസാരം നമ്മുടെ മുമ്പിൽ ഖുർആൻ നമ്മളോട് മൗനമായി സംസാരിക്കുന്നു. അപ്പം അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഇടയിൽ എന്തില്ല? ഒരു വൈരുദ്ധ്യമില്ല. ഇതാ മാത്രമാണ് പഠിക്കേണ്ടത്, മറ്റേതൊന്നും വേണ്ട എന്ന് വെക്കാൻ പറ്റുകയില്ല. ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ സന്ദർഭത്തിലും മനസ്സിലേക്ക് വരുന്ന എല്ലാ പുതിയ കാര്യങ്ങളെയും സൂക്ഷിക്കുവാൻ വേണ്ടി അതിൻ്റെ സൂക്ഷിപ്പുകാരനും കാവൽക്കാരനുമായിട്ട് ഖുർആൻ നമ്മുടെ മനസ്സിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈമാനിലൂടെ, അതിൻ്റെ അനുബന്ധമായ തഖ്വയിലൂടെ, അതുണ്ടാക്കുന്ന ഇഖ്ലാസ് ആത്മാർത്ഥതയിലൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം നിലനിർത്താൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഖുർആനുമായുമുള്ള ഇടപെടലുകളിൽ 2 വാക്ക് അദ്ദേഹം ശ്രദ്ധാപൂർവം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ഇജാലിൽ ഖുർആന റബിയ ഖൽബി, മനസ്സിൻ്റെ വസന്തമാക്കണമേ എന്ന്, അല്ലെങ്കിൽ പ്രകാശമാക്കണമേ എന്ന്. നൂറ സ്വദരി, എപ്പോഴും പ്രകാശം കൂടെ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് പ്രത്യേകമായ ഒരു ആശ്വാസമുണ്ടാകും. നമ്മളിരിക്കുന്ന ഈ ഹാളിനകത്തുള്ള പള്ളിക്കകത്തുള്ള ലൈറ്റെല്ലാം കെടുത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ഇരുണ്ട പ്രകാശമുണ്ടാകും. തൽക്കാലം അത് മതി, നമുക്ക് മുന്നോട്ട് പോകാനും നടക്കാനൊക്കെ ആ ഇരുണ്ട പ്രകാശം മതി. എന്നാൽ പോലും ഈ പ്രകാശം മിന്നിത്തിളങ്ങി നിൽക്കുമ്പോൾ നമുക്കൊരാശ്വാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഖുർആൻ നൽകുന്ന പ്രകാശം. മറ്റു വിജ്ഞാനങ്ങളൊക്കെ പലതരത്തിലുള്ള ഇരുണ്ട അല്ലെങ്കിൽ പതിഞ്ഞ പ്രകാശവും വെളിച്ചവും നൽകുമ്പോൾ അതിലേക്ക് വലിയ വോൾട്ടേജ്, വലിയ ശക്തിയിലാണ് ഖുർആൻ നൽകുന്ന അള്ളാഹുവിൻ്റെ പ്രകാശം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തനിക്ക് മനസ്സിന്, ഹൃദയത്തിന് പ്രകാശമായി നിർത്തണമേ എന്ന് ദുആ ചെയ്യാനും കാരണം. ഖുർആനും ആ കാര്യം വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹു അവൻ്റെ പ്രകാശം, ഈ പറഞ്ഞ വെളിച്ചം ഒരാൾക്ക് നൽകുന്നില്ലെങ്കിൽ അയാൾക്ക് അത് പകരം നൽകുവാൻ മറ്റാരുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും ഖുർആൻ അധിഷ്ഠിതമായ സമീപനം, ഖുർആൻ അധിഷ്ഠിതമായ അറിവുകൾ, ഖുർആൻ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം, ഈ ഒരു വഴിയിലൂടെയായിരിക്കണം നമ്മൾ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ മുന്നോട്ട് പോവേണ്ടത്. കുട്ടികളെ ആ ഒരു വഴിയിൽ നിലനിർത്താൻ കുറച്ച് ബോധപൂർവം നമ്മൾ പണിയെടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ കാലവും തിരക്ക് പിടിച്ച ജീവിതവും ഒക്കെയായിട്ട് ശ്രദ്ധ പല ഭാഗത്തേക്കും മാറിപ്പോകുമ്പോൾ ഓരോ കുടുംബത്തിലും, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളായ 4, 5, 6 മുതിർന്നവർ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ, ആ കുടുംബത്തിൽപ്പെട്ട 10, 15, 20 ആളുകൾക്ക് അതിൽ സ്ത്രീകളും കുട്ടികളും വലിയവരൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ദിവസവും ഒരായത്തിൻ്റെയെങ്കിലും അർത്ഥം അതുവഴി പഠിക്കാൻ പറ്റും. മദ്രസയിൽ പോകുമ്പോൾ തന്നെ
ഇനി ആ പഠനഘട്ടം കഴിഞ്ഞാലും മറ്റൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ഓരോ ദിവസവും 5 മിനിറ്റ് 10 മിനിറ്റ് രാവിലെ ഖുർആനിൻ്റെ ഒരു ഭാഗം നമ്മളുടെ വീട്ടിലെ കുട്ടികളും മക്കളും എല്ലാവരും കേൾക്കുകയാണെങ്കിൽ ആ ദിവസത്തിൻ്റെ ഉണർവും ശക്തിയും ഒന്ന് വേറെ തന്നെയായിരിക്കും. അങ്ങനെ ഖുർആനെ എല്ലാ സമയത്തും എപ്പോഴും ചേർത്ത് പിടിക്കുവാനുള്ള ഒരു സന്ദർഭമാണ് കാലം മാറി വരുന്ന, ആവശ്യങ്ങൾ മാറി വരുന്ന, സാഹചര്യങ്ങൾ മാറി വരുന്ന ഈ സന്ദർഭത്തിൽ നാം സ്വയം ഉണ്ടാക്കേണ്ടത്. നമ്മുടെ മക്കളെയും മുതിർന്നവരെയും മറ്റു എല്ലാവരെയും അതിലൂടെ ഒരല്പമെങ്കിലും ഈ പറഞ്ഞ പോലെ വഴിതെറ്റാത്ത ഒരു പാന്താവിലൂടെ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ തന്നെ ഖുർആൻ മറന്നു പോവാതെ ജീവിക്കുവാനും അവർക്ക് കഴിയും. അതുകൊണ്ട് ഖുർആന്റെ സംരക്ഷകരായി തീരുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം. അത് തിരിച്ചു പറയുകയാണ് മറ്റൊരു ഭാഗം. ഖുർആൻ നമ്മളെയും സംരക്ഷിക്കും. നാം ഖുർആന്റെ സംരക്ഷകരായി കഴിഞ്ഞാൽ ഖുർആൻ നമ്മെയും സംരക്ഷിക്കും. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ സംഗതി എളുപ്പമാണ്, പ്രായോഗികമാക്കാനും പ്രയാസമില്ല. അതിൻ്റെ നേട്ടം നമുക്ക് പെട്ടെന്ന് അനുഭവിക്കുകയും ചെയ്യാം. റബ്ബ് അല്ലാഹു നമ്മയെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള നല്ല ചിന്തകളിലൂടെ അമലുകളിലൂടെ മുന്നോട്ട് പോയി അവൻ്റെ എല്ലാ ബർക്കത്തും നേടി ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആനുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന രണ്ടാമതൊരു കാര്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഇന്ന് ജൂൺ 5 പ്രത്യേകിച്ച് ലോകാടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ ആചരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന സന്ദർഭവുമാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത്. ഒന്ന്, സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ബന്ധം. നാം നമസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ഈ പറഞ്ഞ പോലെ ഖുർആൻ കൊണ്ട് നടക്കുന്നതൊക്കെ അള്ളാഹുവുമായുമുള്ള ബന്ധം സുതാര്യമാക്കാൻ കൂടി ഉപകരിക്കും. രണ്ടാമത്തത് മനുഷ്യരുമായുമുള്ള ബന്ധം. നമ്മളുടെ നല്ല സ്വഭാവവും സത്യസന്ധതയും സ്നേഹവും കരുതലുമൊക്കെ ഈ പറഞ്ഞ പോലെ മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന സംഗതികളാണ്. മൂന്നാമത്തതാണ് നമുക്ക് പ്രപഞ്ചവുമായുമുള്ള ബന്ധം. ധാരാളം ആയിരക്കണക്കിന് ആയത്തുകൾ പ്രപഞ്ചത്തെപ്പറ്റി, ആകാശം, ഭൂമി, സമുദ്രം, കടല്, മല തുടങ്ങിയ സംഭവങ്ങളെപ്പറ്റി, പ്രവർത്തനങ്ങളെപ്പറ്റി അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി എന്നാൽ മൂന്നാമത്തെ ഈ ബന്ധം ഓരോ മുസ്ലിമിനും പ്രപഞ്ചവുമായി വലിയ ഒരു ബന്ധം, നമ്മൾ പറയുന്ന പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയാവുന്ന രൂപത്തിൽ മഹത്തരമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് മനുഷ്യരായ നമ്മളൊക്കെ. അങ്ങനെ ഏറ്റവും വലിയവനും മഹത്വമുള്ളവനുമാക്കിയത് പ്രപഞ്ചം, ഭൂമി മൊത്തം എനിക്കുള്ളതാണ്, മറ്റാർക്കും വേണ്ട എന്ന സ്വാർത്ഥതയിൽ തിന്ന് നശിപ്പിക്കാൻ വേണ്ടിയല്ല. ഇത് മാന്യമായിട്ടും പാകത്തിനും ഉപയോഗിക്കുന്നതിനോടൊപ്പം വരും തലമുറയിൽ വരാനിരിക്കുന്ന ആളുകൾക്ക് കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ, ഭൂമിയുടെ, ഇവിടെയുള്ള ആവാസ വ്യവസ്ഥയുടെ കരുതലായിട്ടും കാവലായിട്ടും ഒരു മുസ്ലിമിന് മാറാൻ സാധിക്കണം. ഖുർആനിലെ 2 ആയത്തുകൾ മാത്രം അതിന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, നമുക്ക് പരിചയമുള്ള ആയത്താണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് സംവിധാനത്തിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊന്നും
ഒരു തരത്തിലുള്ള ഏറ്റവ്യത്യാസവും വൈരുദ്ധ്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭൂമിയും ഭൗമേതരമായ സംവിധാനങ്ങളും സൂര്യൻ, ചന്ദ്രൻ, മറ്റു നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ ഇവയുടെയെല്ലാം ക്രമത്തിലുള്ള ചലനവും മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമാണ്. കൃത്യമായിട്ട് അനുപാതത്തിലാണ് അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. വൽ അർള വളഅഹാ ലിൽ അനാം, ഭൂമിയെ നാം മനുഷ്യർക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ അർത്ഥമല്ല, എല്ലാം എനിക്ക് വേണ്ടി എന്ന സ്വാർത്ഥ ചിന്തയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്ന ആശയത്തിലാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണം? അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, ഭൂമിയും ആകാശവും അവക്കിടയിലുള്ള എന്തെല്ലാം സംഗതികളുണ്ടോ അവയിലെല്ലാം അള്ളാഹു ഏർപ്പെടുത്തിയ മീസാൻ, സന്തുലിതാവസ്ഥ, ബാലൻസിങ് തെറ്റിപ്പോവാതെ നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് വന്നാൽ പോലും അശ്രദ്ധമായിട്ട് നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ഇസ്രാഫ്, അമിതമായ ഉപഭോഗങ്ങൾ, മറ്റു അശ്രദ്ധമായി നടത്തുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം എവിടെയെങ്കിലുമായിട്ട് ഭൂമിയെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ പരിസ്ഥിതിയെ ബാധിച്ചേക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ഹൃദയത്തുടിപ്പ് വളരെ പ്രധാനമാണ്. എന്നാൽ അതിനേക്കാളും പ്രധാനമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവന്റെ തുടിപ്പിനെ ഖുർആൻ കാണുന്നത്. നമ്മളെ ഹൃദയം തുടിക്കാതെ നിലച്ചു പോയാൽ എന്ത് സംഭവിക്കും? മരിച്ചു പോകും. അത് സാരമില്ല, ഒരാളെ മരിക്കുള്ളൂ. പക്ഷേ ഭൂമിയുടെ ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ടു പോയാൽ മരിക്കുന്നത് ഒരാളല്ല, ഭൂമി പൂർണ്ണമായിട്ടായിരിക്കും. ആ രൂപത്തിൽ ഓരോരുത്തർക്കും അവനവനെ പറ്റിയുള്ള ചിന്ത അതേ ഗൗരവത്തോടു കൂടെ തന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് ഭൂമിയുമായും പ്രപഞ്ചവുമായും ഇവിടെയുള്ള ഓരോ സംഗതികളുമായിട്ടും ഒരു മുസ്ലിം ഇടപെടേണ്ടത് എന്നതാണ് ഇതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. അപ്പോൾ ഖുർആനുമായി ഏത് സംഗതികളെയും നമുക്ക് എളുപ്പത്തിൽ ബന്ധിപ്പിക്കാം. ആദ്യം നമ്മൾ വിദ്യാഭ്യാസം, വിജ്ഞാനം അത് ബന്ധിപ്പിച്ചു, ഇപ്പോൾ പരിസ്ഥിതിയെ ബന്ധിപ്പിച്ചു. ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സിൽ നിന്ന് വേരറ്റ് പോവാത്ത ഒരു ബോധമായിട്ട്, വെളിച്ചമായിട്ട് ഖുർആൻ കൂടെ കൊണ്ട് നടക്കുക എന്നതാണ് നമുക്ക് വേണ്ടത്. അത് മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് വളർന്നു വരുന്ന നമ്മുടെ മക്കളിലും ഒക്കെ ആ ഒരു വികാരവും ബോധവും നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിച്ചു നിർത്തുവാനും നമ്മൾ മുതിർന്ന ആളുകൾ തയ്യാറാവുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റു സുഹൃത്തുക്കൾക്കുമൊക്കെ അള്ളാഹു അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി, റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മത്സരബുദ്ധിയോടുകൂടെ നമ്മൾ മുന്നേറുക. ആ കർമ്മങ്ങളൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.